അർജുനായകക്കെതിരെ പിടിമുറുക്കാൻ പോലീസ് ഊന്നുകൽ സിഐയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തും. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുനായകിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും പോലീസ് റിപ്പോർട്ട്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി നാളെ പോലീസ് റിപ്പോർട്ട് പരിഗണിക്കും. മൃഗുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അതായത് ഈ അർജുനായകിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണ്. പോലീസ് ഹിസ്റ്ററി പരിശോധിച്ച് എങ്ങനെയൊക്കെ അർജുനായകിയെ പൂട്ടാം എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തിനേറെ പറയുന്നു, കാപ്പയടക്കം ചുമത്താനുള്ള നീക്കം തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാജി പറഞ്ഞതുപോലെ കടുത്ത പ്രത്യേകിച്ച് നിരവധി കേസുകൾ അർജുനായകി ഉണ്ടാക്കിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തിയ ഒരു നടപടിയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ഊന്നുകൽ സിഐയെ ആദ്യം കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തുന്നു, ആ കേസ് അന്വേഷണം ഏറ്റെടുത്ത ഊന്നുകൽ സിഐയെ അതിന് പിന്നാലെ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം ഗൗരവ സ്വഭാവത്തിൽ ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുകയും അന്വേഷണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത് കടുത്ത കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അർജുനായകിയെ പിടികൂടുന്നതിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു വീഴ്ച, അർജുനായകിക്ക് പിന്നാലെ ഓടേണ്ടി വന്ന ഒരു സാഹചര്യം, ഇതെല്ലാം മുൻനിർത്തി തന്നെയാണ് ഇനിയുള്ള നടപടികളെങ്കിലും കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അങ്ങനെയാണ് ഊന്നുകൽ സിഐയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ വേണ്ടി ഒരുങ്ങുന്നത്. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയായിരിക്കും തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എന്നാൽ നിലവിൽ ഭീഷണിപ്പെടുത്തൽ, അസഭ്യം പറയൽ എന്നീ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. സംഘടിത ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുനായകിയുടെ ജാമ്യം റദ്ദാക്കുന്നതിനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് നാളെയാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. ആ റിപ്പോർട്ട് പരിഗണിച്ച് ജാമ്യം റദ്ദാക്കുന്നതിലേക്ക് കടക്കണമോ എന്നതടക്കമുള്ള തീരുമാനങ്ങൾ കോതമംഗലം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അർജുനായകി സ്ഥിരം കുറ്റവാളിയാണ് എന്നും അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കണം. നേരത്തെ സംഘടിത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടായിരുന്നു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് റിമാൻഡിൽ പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അവിടെ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തുന്നത്. കോതമംഗലം സിഐയെ കണ്ടുകൊള്ളാം എന്ന ഒരു ഭീഷണി സന്ദേശം മുഴക്കുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലും അർജുനായകിയുടെ ചില ഫോൺ സംഭാഷണങ്ങൾ, സമൂഹ മാധ്യമ പോസ്റ്റുകളും എല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും അർജുനായകിയെ അട്ടപടലം പൂട്ടാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജിജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.